ഫോൺ ചോർത്തിയെന്ന ആരോപണത്തിൽ പി വി അൻവറിനെതിരെ തെളിവില്ല. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. എസ് ശ്രീകാന്ത് വിവരങ്ങൾ ചെയ്യുന്നു. ശ്രീകാന്ത്, അന്ന് ഹർജിക്കാരൻ ഉന്നയിച്ചത് ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു. ഒരുപാട് രാഷ്ട്രീയക്കാരുടെയും ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുടെയും ആ ഹർജിക്കാരൻ തന്നെ ഫോൺ ചോർത്തിയിട്ടുണ്ടോ എന്ന സംശയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കോടതി നിർദ്ദേശം, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അന്വേഷണത്തിനൊടുവിൽ തെളിവില്ല എന്നാണോ പോലീസ് പറയുന്നത്? ശ്രീകാന്ത്, അന്വേഷണം നടത്തിയതിനു ശേഷമാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ തെളിവില്ല എന്ന് തന്നെയാണ്. പി വി അൻവറിനെതിരെ തങ്ങൾ പ്രാഥമിക അന്വേഷണം നടത്തി, ആരോപണത്തിൽ തെളിവ് ലഭിച്ചിട്ടില്ല. ഇതാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ, ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ആശ്വാസകരമായ നടപടിയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും ഉൾപ്പെടെ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തി എന്ന പി വി അൻവർ MLA വെളിപ്പെടുത്തലിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ ഹൈക്കോടതിയിലേക്കടക്കം ഹർജി വന്നിരുന്നു. അതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുൾപ്പെടെ നോട്ടീസും ഹൈക്കോടതിയിൽ നിന്നും പോയിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ തൽക്കാലം പി വി അൻവറിന് ആശ്വാസം, അതിൽ തെളിവില്ലെന്ന് പോലീസ് തന്നെ പറയുന്നു. പി വി അൻവറിനെതിരെ തെളിവില്ല എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഹർജിക്കാരൻ പറഞ്ഞത് അൻവർ പരസ്യമായി തന്നെ പറഞ്ഞു ഈ പറയുന്ന എന്താണ് ഉദ്യോഗസ്ഥരുടെ അധമ വഴികൾ കണ്ടെത്താൻ ഇത്തരത്തിൽ ഫോൺ ചോർത്തിയെന്ന് അൻവർ പരസ്യമായി തന്നെ പറഞ്ഞതാണ് വാർത്താ സമ്മേളനത്തിൽ. അൻവർ ഒന്ന് പരോക്ഷമായി അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട് ശ്രീകാന്ത്. അപ്പോൾ ആ പ്രസ്താവനയെ പറ്റിയും ഈ ഹർജിക്കാരൻ ആരോപണത്തെ പറ്റിയും ഒക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്താണ്? നിലവിൽ കോടതിയിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവാണ് കിട്ടിയിട്ടുള്ളത്. ആ റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ മാത്രമേ എന്താണ് പോലീസിന്റെ കണ്ടെത്തൽ എന്ന് മനസ്സിലാകൂ. നിലവിൽ പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഈ ആരോപണം തള്ളിയിരിക്കുകയാണ്. അതിൽ നിന്നും വ്യക്തമാകുന്നത് ഈ ആരോപണത്തിൽ കാര്യമായ കഴമ്പില്ല എന്ന് തന്നെയാണ്. താൻ നിയമവിരുദ്ധമായി ഫോൺ ചോർത്തിയെന്ന് പി വി അൻവർ MLA പരസ്യമായി പ്രഖ്യാപിച്ചതാണെന്നും ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് കൊല്ലം സ്വദേശി മുരുകേഷ് നരേന്ദ്രനായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ അത് വലിയ കോലാഹലങ്ങൾക്ക് കാരണമായിരുന്നു. സ്വർണ്ണക്കടത്ത്, കൊലപാതകവും ഉൾപ്പെടെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനാണ് ഫോൺ ചോർത്തിയതെന്ന് അന്ന് പി വി അൻവർ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് സ്വകാര്യതയ്ക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അടക്കമുള്ള അവകാശങ്ങളുടെ ലംഘനമാണെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പക്ഷേ ഇതൊന്നും തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിട്ടില്ല. ഹൈക്കോടതിയിൽ നിലവിൽ ഇപ്പോൾ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചിരിക്കുന്നു. സ്വാഭാവികമായും ഇനി ഇതിൽ തുടർ നടപടികൾ വേണമെങ്കിൽ ഹർജിക്കാരൻ മേൽക്കോടതിയിലേക്ക് അപ്പീലുമായി പോകേണ്ടി വരും. എന്തായാലും ഈ പി വി അൻവർ ആരോപണം കുറച്ച് ഗുരുതരമായ നിയമ സംവിധാനങ്ങൾ എടുക്കുന്നത് കണ്ടു. മുരുകേഷ് നരേന്ദ്രന്റെ ഹർജിയിൽ ഹൈക്കോടതി എന്താണ് വലിയ ഒരു എന്താണ് അതിനർഹിക്കുന്ന ഒരു വില കൊടുത്ത് ഇടപെടും നമ്മൾ കണ്ടു. അതിനിടയിൽ എന്താണ് ഈ പറയുന്ന ഫോൺ ചോർത്തൽ ആരോപണങ്ങൾ കോൾ ഇന്റർസെപ്ഷണൽ ദുരുപയോഗം ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകുന്ന ഒരു വാർത്തയ്ക്കിടയ്ക്ക് വന്നിരുന്നു ശ്രീകാന്ത്. അപ്പോൾ എന്തായാലും ആ അധ്യായത്തിന് അവസാനമാവുകയാണോ ഈ അന്വേഷണ റിപ്പോർട്ടോടെ? ആ കേസ് ഏറെക്കുറെ അവസാനിക്കും എന്ന് തന്നെ കരുതാം. കാരണം കോടതിയിൽ ഇപ്പോൾ ഈ റിപ്പോർട്ട് കൂടി വന്ന പശ്ചാത്തലത്തിൽ, പോലീസിന്റെ റിപ്പോർട്ട് കൂടി വന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും കോടതിക്ക് അത് കണക്കിലെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ ഹർജിക്കാരൻ ഈ കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടാൽ സ്വാഭാവികമായി അയാൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം മേൽക്കോടതിയെ സമീപിക്കുക, അപ്പീലുമായി പോവുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലീസിന്റെ നിലപാടിതാണ്. പോലീസ് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് അൻവറിന് ഫേവറബിൾ ആണ്. സ്വാഭാവികമായും ഹർജിക്കാരന് തിരിച്ചടി തന്നെയാണ്. അൻവറിന് അനുകൂലമായ തീരുമാനമാണ് സ്വാഭാവികമായും പോലീസ് എടുത്തിരിക്കുന്നത്. മേൽക്കോടതി തന്നെയായിരിക്കും ഇനിയിപ്പോൾ ഹർജിക്കാരന് ആശ്രയം. അല്ല, ഇപ്പൊ അൻവർ തന്നെ ഇടയ്ക്ക് ഈ പറയുന്ന കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ റേഞ്ച് DIG ഒക്കെ നേരിട്ട് തന്നെ അന്വേഷണം നടത്തിയതാണ്. അവിടെ റെസ്റ്റ് ഹൗസിൽ വെച്ച് തൃശ്ശൂർ DIG MLA മൊഴി രേഖപ്പെടുത്തിയതാണ്. ആ മൊഴിയിൽ അൻവർ തന്നെ പറഞ്ഞത് ഈ പറയുന്ന എന്താണ് ഇന്റർസെപ്റ്റ് ചെയ്യണം, എങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വ്യക്തമാക്കുക പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, ഒരു ഫോൺ ഉപയോഗിച്ച് വാട്സാപ്പിലൂടെ തൻ്റെ ഫോണിൽ വന്ന ഫോൺ കോൾ റെക്കോർഡ് ചെയ്യുക മാത്രമാണ്. ഇപ്പോൾ സുയുദ്ദാസിൻ്റെ ഫോണൊക്കെ റെക്കോർഡ് ചെയ്തത് ഇങ്ങോട്ടേക്ക് വിളിച്ച ഫോൺ കോൾ മറ്റൊരു ഫോൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. അതല്ലാതെ ഫോൺ ചോർത്തിയിട്ടില്ല എന്ന് തന്നെയായിരുന്നു അൻവറിന്റെ മൊഴിയും. ശ്രീകാന്ത്, എന്തായാലും അൻവർ അന്ന് പറഞ്ഞ ആ കാര്യം ഇപ്രകാരമാണ്. അതായത് വൻ തുക മുടക്കി അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ നിയമവിരുദ്ധമായി ഫോൺ ചോർത്തിയെന്ന് അൻവർ പരസ്യമായി സമ്മതിച്ചു. ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾക്ക് നേരെയുള്ള തുറന്ന വെല്ലുവിളിയാണ് എന്നാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ കോടതി അത് പോലീസിനെയാണ് ഏൽപ്പിച്ചത്. പോലീസ് അതിൽ കൃത്യമായ പരിശോധന നടത്തണം എന്നാവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ്
ഈ നിലവിലിപ്പോൾ കോടതിയിലേക്ക് പോലീസ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിൽ കഴമ്പില്ല എന്നവർ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഹർജി തന്നെ തള്ളിക്കളയുക എന്നുള്ളതല്ലാതെ കോടതിക്ക് മുന്നിൽ ഇനി മറ്റൊരു പോംവഴിയില്ല. അല്ലെങ്കിൽ കോടതി സ്വമേധയാ ഇനി ഇതിൽ വല്ല അമിക്കസ്തൂരിയൊക്കെ വെച്ച് അന്വേഷിക്കേണ്ടി വരും. പക്ഷെ നിലവിൽ പോലീസിന്റെ റിപ്പോർട്ടാണ് കോടതി പരിഗണനയ്ക്കെടുക്കേണ്ടത്. ഹർജിക്കാരന് മേൽക്കോടതിയിലേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ് പോംവഴി. എന്ന് പറയുമ്പോൾ പോലും ശ്രീകാന്ത്, ഗവർണർ ഇടപെട്ടു, ഹൈക്കോടതിക്ക് ഇടപെട്ട പശ്ചാത്തലത്തിൽ മാത്രമല്ല ഇത് പോലീസിൻ്റെ ഒരു സംവിധാനം ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നൊരു ആശങ്ക ഉണ്ടെങ്കിൽ വിശദമായി തന്നെ പരിശോധിച്ചതാണ്. ഈ പറയുന്ന 1/1/2022 മുതൽ 10/9/2024 വരെയുള്ള കാലയളവിലെ ഈ വയനാട്, കോഴിക്കോട് റൂറൽ, മലപ്പുറം ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥർ, ഈ പറയുന്ന രാഷ്ട്രീയക്കാർ വളരെ വിശദമായി ആരുടെയും ടെലിഫോൺ നമ്പറുകൾ ചോർത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ പരിശോധന നടത്തുകയാണല്ലോ. അപ്പോൾ ആ ശാസ്ത്രീയ പരിശോധനയിൽ ആരുടെയും ടെലിഫോൺ നമ്പറുകൾ ചോർത്തിയിട്ടില്ല എന്നു തന്നെയാണ് കൃത്യമായി തന്നെ പോലീസ് റിപ്പോർട്ട് നൽകിയത്. അപ്പോൾ അതിനെയും മേൽക്കോടതിയിലേക്ക് പോയാലും ഇത് ശാസ്ത്രീയ പരിശോധനാ ഫലമാണല്ലോ ശ്രീകാന്ത്. പക്ഷേ ഈ ഹർജിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതിനുള്ള അവകാശമുണ്ട്. ഹഷ്മി, ഇത് അയാൾക്ക് സിംഗിൾ ബെഞ്ചിൽ തിരിച്ചടി നേരിട്ടാൽ അത്തരത്തിൽ നേരെ മേൽക്കോടതിയെ സമീപിക്കുന്നതിനും അയാളുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിനും അനുകൂലമായി ഉത്തരവ് വാങ്ങിയെടുക്കുന്നതിനും മേൽക്കോടതിയെ സമീപിക്കുക എന്നുള്ളത് ഹർജിക്കാരന്റെ അവകാശമാണ്. പോലീസ് സമർപ്പിച്ചിട്ടുള്ള പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ടിന്റെ പകർപ്പടക്കം ഈ ഹർജിക്കാരന് ആവശ്യപ്പെടാം കോടതിയിൽ. അതിന്റെ പകർപ്പ് കിട്ടും. അദ്ദേഹത്തിന്റെ അഭിഭാഷകന് ആ പകർപ്പ് വിശദമായി പഠിക്കണം. അതിലെന്തെങ്കിലും പഴുതുണ്ടെങ്കിൽ ആ പഴുത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മേൽക്കോടതിയിലേക്ക് പോവുകയും ചെയ്യാം. അത് കോടതിയിൽ സ്റ്റാൻഡ് ഇല്ല എന്നുള്ളത് കോടതി ആ വിഷയം പരിഗണിക്കുമ്പോഴാണ് പിന്നീട് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന്റെ മുന്നിൽ നിയമവഴികൾ അവസാനിച്ചിട്ടില്ല. അദ്ദേഹത്തിന് മേൽക്കോടതിയിലേക്ക് പോകുന്നതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ആ പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കൂടി പഠിച്ച ശേഷം സ്വാഭാവികമായും നടപടികൾ സ്വീകരിക്കാം. ഓക്കെ, ശ്രീകാന്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. PV അൻവർ ഒരു വാർത്താ സമ്മേളനത്തിൽ ഫോൺ ചോർത്തിയ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി വളരെ വിശദമായി തന്നെ പല ഘട്ടങ്ങളിൽ പല തലങ്ങൾ അന്വേഷിച്ച് പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നത്. അങ്ങനെ PV അൻവർ ആരുടെയും ഫോൺ ചോർത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി PV അൻവർ ഇത്തരത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി പല രാഷ്ട്രീയ നേതാക്കളെയും ഫോൺ ചോർത്തുന്നൊരു ആരോപണം PV അൻവർ ഉന്നയിച്ചിരുന്നു. ആ ആരോപണത്തിൽ പക്ഷേ ഈ ഒരു ശുഷ്കാന്തിയോടുള്ള അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല.